Get ready with us for കോളേജ് പോവാൻ. പക്ഷെ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, ഇതിന്റെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. മോളാണ്, എന്റെ സുന്ദര മോളാണ്. ഇന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത എന്റെ കോളേജിലേക്ക് പോകുന്നതിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ പഠിക്കുന്ന കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആഗ്രഹിച്ചു നേടിയതാണ് MBBS. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കോളേജ് ഇഷ്ടമില്ല. ഇതേപോലെ കുറേ ആളുണ്ടാവും എനിക്കറിയാം കോളേജ് ഒത്തിരി പോലും ഇഷ്ടമില്ലാത്ത. ഞാൻ എൻ്റെ കോളേജ് ജോയിൻ ചെയ്യുന്നവരെ ഞാൻ വിചാരിച്ച് എവിടെ പോയാലും നമ്മൾ ട്രൂ സെൽഫ് കാണിക്കണം, എവിടെ പോയാലും നമ്മളെ നിൽക്കണം എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പണ്ട്. ഞാൻ വിചാരിച്ചു പണ്ട് മീൻസ് ഞാൻ കോളേജ് ചെയ്യുന്നതിൻ്റെ മുന്നേ. കോളേജ് ചേർന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, നോട്ട് എവറി പ്ലേസ് ഡിസേർവ് അവർ ട്രൂ സെൽഫ്. നമ്മൾ ഈ ട്രൂ സെൽഫ് നമ്മൾ എല്ലായിടത്തും കാണിച്ചിട്ട് കാര്യമില്ല, ചില സ്ഥലത്ത് നമ്മൾ അഭിനയിക്കുന്നതാണ് നല്ലത്. അവിടെ പോയപ്പോൾ മനസ്സിലായി, നമ്മൾ ഹാപ്പി കാണാനും അല്ലെങ്കിൽ നമ്മൾ നല്ല വൈബ്രൻ്റ് ആയിട്ട്, ഞാൻ കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്ന കുട്ടിയായതുകൊണ്ട് നമ്മൾ ഒച്ചപ്പാട് എല്ലായിടത്തും ഒന്നും ഇഷ്ടാവില്ല. ചില സ്ഥലങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. അങ്ങനെ ഒച്ചപ്പാടും ബഹളമായിരുന്ന ഞാൻ അവിടെ പോകുമ്പോൾ സൈലൻ്റ് ആവും. എങ്ങനെ അഭിനയിക്കാം, എങ്ങനെ പ്ലീസിങ് സ്വഭാവത്തിലേക്ക് എത്താം എന്നുള്ളത്, ആ പ്ലീസിങ് സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പിടിച്ചെക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇയർ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചു. സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ ലീവുകളുടെ എണ്ണം കൂട്ടി. എന്നെ പോലുള്ള ഒരാൾക്ക് അത് മതി സന്തോഷിക്കാൻ. മനസ്സിലായില്ലേ? വീട്ടിലെ രസമുള്ളൂ, അവിടെ പോയാൽ മതി നിൽക്കണം. അങ്ങനെ വീട്ടിലൊന്ന് സമാധാനത്തിൽ നിൽക്കണതല്ലേ, ആവശ്യമൊക്കെ മാത്രം അവിടെ പോവാം. ആവശ്യമില്ലാത്ത പെട്ടെന്ന് വീട്ടിൽ വരാം, വീട്ടിൽ വന്നിട്ട് നമുക്കുള്ള ആവശ്യമുള്ള പോയി നിൽക്കാം അല്ലേ. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാല്, കുറച്ച് ലാസ്റ്റ് ഇങ്ങനെ ആവശ്യമില്ലാത്തവരൊക്കെ കുറ്റം പറഞ്ഞ് നിൽക്കാൻ ഒരു കുടുംബശ്രീ പറയാൻ കുറച്ച് റൂംമേറ്റ്സ് ഉണ്ടായാലും മതി. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുടുംബശ്രീ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിക്കും. നമുക്ക് നമ്മളെ പോലെ നിൽക്കാൻ പറ്റും, നമ്മൾ ഓർക്ക് വേണ്ടി നമ്മളെ പോലെ നിൽക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ സിനിമകളിൽ കണ്ടൊരു കോളേജ് ലൈഫ് ഇല്ലേ ഗൈസ്, സിനിമകളിൽ കണ്ട കോളേജ് ലൈഫ് അല്ല കോളേജ് ലൈഫ്. നമ്മൾ പറ്റിക്കപ്പെട്ടു, വി വർ സ്കാംഡ്. അപ്പൊ ഇതേപോലെ ഞങ്ങളെ കോളേജ് ഇഷ്ടമില്ലാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കൂ. ഒരൊറ്റകല്ല, എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ചോദിച്ചാല് നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ അതിനൊക്കെ സമ്പടി പൊളിയാണ്. എല്ലായിടത്തും കണക്കാ, ഏകദേശം എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പോട്ടെ.